സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് എന്ത് കാര്യം? ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. കാര്യമില്ല എന്ന് തന്നെയാണ് ഔപചാരികമായി ഔദ്യോഗികമായി അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് വരുന്ന പ്രതികരണം. അവരുടെ പാടായി ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നേ ഉള്ളൂ, ഞങ്ങൾ നേരിട്ടിടപെടാനില്ല എന്ന് പല ആവർത്തി അമേരിക്ക പറഞ്ഞതാണ്. പക്ഷേ മധ്യപൗരസ്ത്യ പ്രദേശത്തെ എല്ലാ സമവാക്യങ്ങളിലും ചേരികളിലും ചേരിതിരിവുകളിലും എല്ലാം തന്നെ ബലാബലങ്ങളിലും എല്ലാം തന്നെ അമേരിക്കയുടെ അദൃശ്യമായ ഒരു കരമുണ്ട്. ഇപ്പോഴാ കരം കുറച്ചുകൂടി ദൃശ്യമാകുന്ന കാഴ്ചയാണ് സിറിയയിൽ നിന്നും വരുന്നത്. അസാദ് ഭരണകൂടം, ബാഷർ അൽ അസാദിൻ്റെ ഭരണകൂടം താഴെ വീണതിന് ശേഷം പുതിയൊരു സംവിധാനം, ഇടക്കാല സംവിധാനം, ഭരണ സംവിധാനത്തിൻ്റെ ചുറ്റുവട്ടങ്ങളാണ്. എല്ലാ ശ്രദ്ധയും അവിടേക്ക് പതിഞ്ഞു. അപ്പോഴാണ് അമേരിക്കയുടെ അതിശക്തമായ വ്യോമാക്രമണം സിറിയയുടെ യുദ്ധമേഖലയിൽ നിന്നും മാറിക്കിടക്കുന്ന ചില പ്രദേശങ്ങളിൽ അതിശക്തമായ ബോംബാക്രമണങ്ങൾ വരുന്നു. കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ്, കാരണം മരുഭൂമികളുടെ മധ്യത്തിലുമൊക്കെയാണ്. അവിടെയാണ് IS അവശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങൾ. IS നമുക്കറിയാം, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ആൻഡ് ലെവാന്റ്, ISIL എന്ന രൂപത്തിൽ സിറിയയിലെ ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ കീഴിലായിരുന്നല്ലോ 2014 മുതൽ 2018 വരെ സിറിയയുടെ വടക്കൻ ഭാഗങ്ങളും അതുപോലെ ഇറാഖിൻ്റെ വടക്കൻ ഭാഗങ്ങളും എല്ലാം മൊസൂളൊക്കെ അതിശക്തമായ IS കേന്ദ്രങ്ങളായിരുന്നു. ആ കേന്ദ്രമാക്കി ഒരു ടെറിറ്റോറിയൽ ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റ്, ഇസ്ലാമിക രാഷ്ട്രം തന്നെ സ്ഥാപിക്കുകയും അതൊരു ഖിലാഫത്ത്, ഒരു ഖലീഫേറ്റായി പ്രഖ്യാപിക്കുകയും സ്വയം അവരോധിതനായ ഖലീഫയായി അബു ബക്കർ ആൽ ബഗ്ദാദി അധികാരത്തിൽ ഇരിക്കുകയും ചെയ്ത ഒരു സ്ഥലമാണെന്ന് ഓർക്കണം. ആ സ്ഥലത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം അബൂബക്കർ അൽ ബഗ്ദാദിക്കായിരുന്നു ഒരു 4 വർഷം. അത് ആ രാജ്യം അല്ലെങ്കിൽ ആ പ്രദേശം ജനങ്ങൾ ഒരുപക്ഷെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഏടാണ്. എന്നാൽ IS പൂർണ്ണമായി 2018 തുരത്തി എന്ന് അമേരിക്കയും സഖ്യകക്ഷികളും അവകാശപ്പെടുമ്പോഴും IS അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ചെറിയ ഒറ്റപ്പെട്ട തുരുത്തുകൾ ഇറാഖിൻ്റെയും സിറിയയുടെയും ചില പ്രദേശങ്ങളിൽ അവശേഷിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ വിഷയം. ഈ ഒരു അനുകൂല അന്തരീക്ഷം ബാഷർ അൽ അസദിനെ മാറ്റി സിറിയയിലെ എല്ലാവരും ഒരു ആഹ്ലാദത്തിലാണ്. കാരണം ഒരു ഏകാധിപതിയുടെ പതനം, ഏകാധിപതി അരങ്ങൊഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആഹ്ലാദിക്കാം. ആകാശത്തേക്ക് വെടിവെച്ച് കളിക്കുകയാണ് അവർ. കാര്യമായ രക്തച്ചൊരിച്ചിലും ഉണ്ടായില്ല. പക്ഷേ വരാനിരിക്കുന്ന ഭീകരമായ നാളുകളുടെ ഒരു നാന്ദിയാവും ഒരു പക്ഷേ ഈ അധികാര കൈമാറ്റം. ഇതേറ്റവും അധികം അലോസരപ്പെടുത്തുന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയുമാണ്. തൽക്കാലം അമേരിക്കൻ സ്കീമിൻ്റെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയ്ക്ക് അജാന്ത ശത്രുതയുള്ള ഇറാൻ്റെ സഹായത്താൽ നിലനിന്ന് പോകുന്ന ഭരണകൂടം താഴെ വീഴുമ്പോൾ അമേരിക്കയ്ക്ക് ആഹ്ലാദിക്കാം. അമേരിക്കയുടെ ഇപ്പോൾ ശത്രുപക്ഷത്ത് നിൽക്കുന്ന റഷ്യയാണല്ലോ അസദ് ഭരണകൂടത്തെ താങ്ങി നിർത്തിയത്. ആയുധങ്ങൾ അണിയിച്ചുകൊണ്ടും എയർ കവർ കൊടുത്തുകൊണ്ടുമെല്ലാം താങ്ങി നിർത്തിയിരുന്നു. റഷ്യയുടെ സ്കീം ഓഫ് തിങ്സ് അവിടെ നടപ്പായില്ല. റഷ്യൻ സൈന്യങ്ങൾക്ക് അവിടേക്ക് കടന്നു വരാനോ റഷ്യൻ എയർ സുപ്പീരിയോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനോ കഴിഞ്ഞില്ല. ഇറാൻ്റെ സൈന്യങ്ങളും നിന്നിടത്ത് തന്നെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഇറാനും റഷ്യയ്ക്കും മുഖം നഷ്ടപ്പെടുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദജനകമായ കാര്യമാണ്. പക്ഷേ അമേരിക്കയ്ക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ടാകണമെങ്കിൽ ഭാവി സാധ്യത ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി മാറിയ സിറിയയെ സംബന്ധിച്ചിടത്തോളം പല മിലിഷ്യകളായി അത് ചിതറുകയാണ്. പല സായുധ സംഘങ്ങളുടെ കയ്യിലേക്ക് പോവുകയാണ്. ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചതുപോലെ ഇപ്പോൾ താലിബാൻ 2 വരുന്നതിന് തൊട്ട് മുൻപ് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചത് അതാണല്ലോ. പല മിലിഷ്യകളിലേക്ക് ഇത് മാറുകയാണ്. അങ്ങനെ IS വീണ്ടും ശക്തി പ്രാപിച്ചാൽ IS തുച്ഛീകരിച്ച് കാണാനാവില്ല. കാരണം ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. ലോകത്തെല്ലായിടത്തുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ അല്ലെ ഇസ്ലാമിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ലോകം മുഴുവൻ ഒരു ഖലീഫയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരിക, അവിടെ ശരീഅത്ത് അനുസരിച്ചുള്ള ഒരു ഇസ്ലാമിക ഭരണകൂടം സൃഷ്ടിക്കുക, അതനുസരിച്ച് ജനജീവിതത്തെ ക്രമപ്പെടുത്തുക. ഇതൊരാശയമാണ്. ഈ ആശയത്തിൽ ആകൃഷ്ടരായാണ് വലിയ ഒരു വിഭാഗം ജനങ്ങൾ, കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ ആകൃഷ്ടരാകുകയും ചെറിയ എണ്ണമെങ്കിലും ആളുകൾ അതിൽ പങ്കാളികളാകാൻ, ഇസ്ലാമിക രാഷ്ട്രത്തെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, അതായത് ഈ മതമനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവിടേക്ക് പുറപ്പെട്ടു പോവുകയും പിന്നീട് സ്ഥിതിഗതികൾ അത്ര പന്തിയല്ല എന്നറിഞ്ഞ് തിരിച്ചു പോരുകയോ അല്ലെങ്കിൽ അവിടെ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തൊരു പാരമ്പര്യമുണ്ട്.
അതുകൊണ്ട് ഇത് ക്യാൻസർ പോലെയാണ്, ഒരു ചെറിയ ഒരു അംശമെങ്കിലും ആ രാജ്യത്ത് IS-ൻ്റെ താവളങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ പെട്ടെന്നാണ് അത് വ്യാപിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ 2013 അത് വ്യാപിച്ചത് ലൈറ്റ്നിങ് സ്പീഡിലാണ്. ഇപ്പോൾ HTS-ൻ്റെ സേനകൾ പെട്ടെന്ന് 11 ദിവസം കൊണ്ട് തുടങ്ങിയിടത്തു നിന്ന് ദമാസ്കസ് വരെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതുപോലെ IS-നെ റീഗ്രൂപ്പ് ചെയ്യുകയും മറ്റ് സായുധ സംഘങ്ങളെ സ്വന്തം പരിധിയിലാക്കിക്കൊണ്ട് ഒരു സുന്നി തീവ്ര വിഭാഗമാണല്ലോ IS. അപ്പോൾ ഷിയാകളെ കൊന്നൊടുക്കിക്കൊണ്ട് ക്രൈസ്തവരെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു സുന്നി തീവ്ര സങ്കല്പമായ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തും. അതെന്ത് വില കൊടുത്തും തടഞ്ഞെങ്കിലേ പറ്റൂ. അത് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലുകൾ അവിടെ ഉണ്ടാകാതിരിക്കാൻ ഇപ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായി സീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇസ്രയേലും അമേരിക്കയും യോജിച്ച് തന്നെയാണ് നീങ്ങുന്നത്. ഒരു വശത്ത് ഇസ്രയേൽ തുറമുഖങ്ങളെയും ആയുധ കേന്ദ്രങ്ങളെയും രാസായുധ ജൈവായുധ പരീക്ഷണശാലകളെയും റേഡാർ സംവിധാനങ്ങളെയും ഇൻഫ്രാസ്ട്രക്ചറൽ കാര്യങ്ങളെയും എല്ലാം ആക്രമിക്കുമ്പോൾ അമേരിക്ക തെരഞ്ഞു പിടിച്ച ആക്രമണം IS കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഒരു കാഴ്ചയും കണ്ടു. അപ്പം ഇവിടെ വ്യക്തമായ ഒരു പദ്ധതി ട്രംപ് അധികാരമേറ്റെടുക്കുന്ന ജനുവരി 20, 2025 മുൻപ് വളരെ വ്യക്തമായ ഒരു പദ്ധതി, ഒരു ബ്ലൂ പ്രിൻ്റ് രേഖയിലുണ്ട്. ഒരു പക്ഷേ ട്രംപും ബൈഡനും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നുവെന്ന് തോന്നാമെങ്കിലും ബൈഡൻ ആണെങ്കിലും ചില കാര്യങ്ങൾ തൻ്റെ കണക്ക് പുസ്തകത്തിൽ ചില കാര്യങ്ങൾ എഴുതി ചേർത്തതിന് ശേഷം പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മധ്യപൗരസ്ത്യ പ്രദേശത്ത് അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നതിന് ഒരു വലിയ കൈത്താങ്ങലാകുമെങ്കിൽ അത് നല്ലത് എന്ന് വിചാരിക്കാം. ഇനിയാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അമേരിക്കയുമായി ബന്ധപ്പെട്ടൊരു കാര്യം. അമേരിക്ക എങ്ങനെയാണ് പുതിയ ഭരണാധികാരി ഡിഫാക്റ്റോ, അദ്ദേഹമാകണമെന്നില്ല യഥാർത്ഥ ഭരണാധികാരിയുടെ പേരൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഇപ്പോൾ താൽക്കാലിക ഒരു ഭരണകൂടമാണ് ഇപ്പം നിലനിൽക്കുന്നത്. കേവലം അടുത്ത വർഷം 2025 മാർച്ച് വരെ മാത്രം നിലനിൽക്കുന്ന ഒരു ഇടക്കാല സംവിധാനമാണ്. 6 മാസത്തിന് ശേഷം ഒരുപക്ഷെ സിറിയയിൽ തിരഞ്ഞെടുപ്പ് നടക്കും. 1.5 വർഷത്തിന് ശേഷം പൂർണ്ണമായ ഒരു സിസ്റ്റം വരും എന്നതാണ് ഇപ്പോൾ പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഈ ഇൻ്റർമീഡിയറ്റ് പീരീഡ് വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് അമേരിക്ക അബു മുഹമ്മദ് അൽ ജുലാനി എന്ന HTS-ൻ്റെ തലവനെ കൈകാര്യം ചെയ്യുന്നത്? നോക്കൂ, HTS അൽ ഖൈദ ബന്ധമുള്ള ഒരു സംഘടനയായിരുന്നു. HTS-ൻ്റെ പൂർവ്വരൂപം, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴാണ് HTS എന്ന പേര് വന്നത്. അതിനു മുൻപ് IS-മായി ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധം തീർച്ചയായും ഭാവിയിൽ ദോഷം ചെയ്യും. ഇപ്പോഴുള്ള കരാർ എന്താണ്? അലിഖിതമായ കരാർ, ഞങ്ങൾ സിറിയയുടെ കാര്യം മാത്രമേ നോക്കൂ എന്ന് HTS ആണയിട്ട് പറയുന്നത് കൊണ്ടാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാര്യമായ ഒരു അനക്കമില്ലാതെ നിൽക്കുന്നത്. അതേസമയം അൽ ഖൈദ മുൻപ് ചെയ്തിരുന്നത് പോലെയോ IS ചെയ്യാൻ ശ്രമിച്ചതുപോലെയോ ഉള്ള ഗ്ലോബൽ ഇസ്ലാമിക് ഒരു സ്റ്റേറ്റ് ഇതിലേക്ക് നീങ്ങാനാണ് ഭാവമെങ്കിൽ തീർച്ചയായും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ പദ്ധതികൾ അട്ടിമറിക്കപ്പെടും. ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ വ്യോമാക്രമണം നടത്തുന്നത്. ഒരു വശത്തെ HTS-ന് നേതൃത്വവുമായി രഹസ്യമായ ധാരണകളിലാണ്. അതുകൊണ്ടാണ് പരസ്യമായി ആ കേന്ദ്രങ്ങളെ ആക്രമിക്കാതിരിക്കുന്നത്. അതേസമയം മറുപക്ഷത്തെ അവശേഷിക്കുന്ന IS കേന്ദ്രങ്ങളെ ആക്രമിച്ച് തകർത്തതിന് ശേഷം ഒരു വാർണിംഗ് ആണ്, ഏതെങ്കിലും കാരണവശാൽ ഈ ലക്ഷ്മണരേഖ ലംഘിക്കുകയാണെങ്കിൽ, ലക്ഷ്മണരേഖ എന്ന് ഉദ്ദേശിക്കുന്നത് സിറിയയുടെ കാര്യത്തിൽ നിങ്ങളുടെ പാടായി, അവിടെ എന്ത് ആഭ്യന്തരമായ ചേഞ്ചസും കൊണ്ടുവന്നോളൂ, ഞങ്ങൾക്ക് പൊല്ലാപ്പുണ്ടാക്കരുത്, ഇതിന് പുറത്തോട്ട്, ഈ ടെറിട്ടറിയുടെ പുറത്തോട്ട് നിങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാനോ മറ്റ് രാജ്യങ്ങളെ ഇടപെടുത്താനോ ഇറാനെ പോലെയോ റഷ്യയെ പോലെയുള്ള ആളുകളെ ഇവിടേക്ക് കയറ്റി താമസിപ്പിക്കാനോ ആണ് ശ്രമമെങ്കിൽ നന്നായി വിയർക്കേണ്ടി വരും എന്ന സൂചനയാണ് അമേരിക്കയുടെ വ്യോമാക്രമണം. അമേരിക്കയുടെ കൈവശമാണ് ഒരു ചെറിയ പ്രദേശമെങ്കിലും സിറിയയുടെ തെക്കൻ പ്രദേശമായ ടൻഫ് മേഖലയിൽ സൈനിക താവളം പോലും ഉണ്ട് അമേരിക്കയ്ക്ക്. അപ്പോൾ അമേരിക്കൻ സൈനിക സാന്നിധ്യം ഇറാഖിലുണ്ട്, അതുപോലെ സിറിയയുടെ ചില ഭാഗങ്ങളിലുമുണ്ട്. ഈ സൈനിക സാന്നിധ്യം ട്രംപ് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി പിൻവലിക്കുമോ? ഇതൊരു ചോദ്യചിഹ്നമാണ്. ട്രംപിൻ്റെ ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങളെന്ന് പറഞ്ഞാൽ അന്യരാജ്യങ്ങളിൽ ഇടപെടാൻ അമേരിക്കയ്ക്ക് സമയമില്ല, പണമില്ല, മനസ്സില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം സിന്ദാബാദ്. പക്ഷേ അത്രയ്ക്ക് ലാഘവത്തിൽ പറഞ്ഞൊഴിയാനാവുമോ? അമേരിക്ക വിട്ടുപോയ ഇടങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള കലാപങ്ങളും അശാന്തിയും വന്നു. ഇനിയുള്ള മറ്റൊരു മാതൃക എന്ന് പറയുന്നത് എന്താണ്? താലിബാനൈസേഷന് വഴങ്ങിക്കൊടുക്കുക. എന്താണ് താലിബാനൈസേഷൻ?
അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഉറഞ്ഞു തുള്ളിയിരുന്നൊരു കാലമുണ്ട്, 2001-2003 കാലഘട്ടം. ആ കാലഘട്ടത്തിലാണല്ലോ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കുന്നത്. ബിൻ ലാദന് അഭയം കൊടുക്കുകയും കാബൂളിലും കാന്തഹാറിലും അഭയത്തിലായിരുന്ന ബിൻ ലാദൻ അവിടെ ഇരുന്നു കൊണ്ട് പ്രവർത്തിച്ച് അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കുകയും പെൻറ്റഗണിലേക്കും അമേരിക്കയുടെ തന്ത്രപ്രധാന മേഖലകളിലേക്കും മിന്നലാക്രമണത്തിലൂടെ സെപ്റ്റംബർ 11, 2001 അതുപോലെയുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല എന്ന വ്യക്തമായ ഉറപ്പാണ് താലിബാൻ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 വർഷം മുൻപ് താലിബാൻ വീണ്ടും അധികാരത്തിൽ വരുന്നതിനെ അമേരിക്ക എതിർക്കാതിരുന്നതും. വെള്ളിത്താലത്ത് വെച്ച് നിങ്ങൾ അധികാരത്തിലേറ്റിക്കുള്ളൂ, പക്ഷേ അഫ്ഗാനിസ്ഥാന് പുറത്തേക്ക് നീങ്ങരുത്, മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്, ഗ്ലോബൽ അല്ല, നിങ്ങൾ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം മാത്രം നോക്കൂ. പക്ഷേ താലിബാൻ 2 എന്നത് വലിയ പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. കാരണം ഒരു കുറച്ചുകൂടെ വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് നൽകുന്ന, കുറച്ചുകൂടി സുരക്ഷ ജനങ്ങൾക്ക് നൽകുന്ന, തീവ്ര ഇസ്ലാമിസ്റ്റ് വികാരങ്ങളില്ലാത്ത ഒരു മിതവാദ താലിബാൻ 2.0. പക്ഷേ സംഭവിച്ചത് എന്താണ്? താലിബാൻ വിദേശത്തേക്ക് കടക്കുന്നില്ല, പക്ഷേ ആഭ്യന്തരമായി മുൻപത്തെ പോലെ തന്നെ പ്രാകൃതമായ നിലയിലേക്ക് അഫ്ഗാനിസ്ഥാൻ പതിച്ചു. അതുപോലെയുള്ള ഒരു താലിബാൻ വൽക്കരണമാണ് സിറിയയിൽ നടക്കാൻ പോകുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അമേരിക്ക കാര്യമായി പ്രതികരിക്കില്ല. പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റ് അങ്ങനെയല്ല, ഇതുപോലെയല്ല ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരിക്കലും അവിടെ മാത്രം ഒതുങ്ങി നിൽക്കാനാവില്ല. ലോകമെമ്പാടും വ്യാപിക്കുന്ന ഒരു സങ്കല്പമാണത്. കാരണം ഐഡിയോളജിക്കലി അങ്ങനെയാണത്. അതുകൊണ്ടാണ് ആ ക്യാൻസറിനെ, ആ വിപത്തിനെ മുളയിലേഞ്ഞുള്ളുക എന്ന അമേരിക്കൻ പദ്ധതി വളരെ ഫലപ്രദമായി നടപ്പാക്കിയിരിക്കുന്നു. അതുകൊണ്ട് യുദ്ധാനന്തരമുള്ള, അതായത് ആഭ്യന്തര യുദ്ധാനന്തരമുള്ള ഈ ദിവസങ്ങളിൽ ഇസ്രയേലും അമേരിക്കയും ഉറഞ്ഞു തുള്ളുന്ന ഒരു കാഴ്ച കണ്ടു. അങ്ങനെയല്ല നമ്മൾ ആരും പ്രതീക്ഷിച്ചത്, പക്ഷേ അങ്ങനെ സംഭവിച്ചു. ഒരു രാജ്യം കൂടി ഇവിടെ പരിഗണന അർഹിക്കുന്നു. അത് മറ്റാരുമല്ല, അമേരിക്കയുടെ നെയ്റ്റോ പങ്കാളിയായ സഖ്യരാഷ്ട്രമായ തുർക്കി. തയ്യിബ് എർദോഗാൻ എന്ന ഏകാധിപതിയുടെ നേതൃത്വത്തിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന ടർക്കിക്കാണ് ഈ പോരാട്ടത്തിൽ, ഇപ്പോഴത്തെ സിറിയയിലെ ഈ ഭരണ കൈമാറ്റത്തിലെ പ്രധാന കാർമ്മികത്വവും സൂത്രധാരത്വവും. അതായത് ടർക്കി പിന്തുണയ്ക്കുന്ന വിമത സൈന്യമാണല്ലോ HTS. ഇപ്പം ടർക്കിഷ് പിന്തുണ എന്ന് പറയുന്നത് വളരെ തന്ത്രപരമായൊരു പിന്തുണയാണ്. HTSനെ ഉന്മൂലനം ചെയ്യാനായി അസദ് ശ്രമിച്ചപ്പോൾ റഷ്യയുടെ ബോംബേഴ്സ് അവരുടെ താവളമായ ഇദ്ലിബ് ബോംബ് ചെയ്യാനായി വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്ലാനിട്ടതാണ്. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നല്ല ബന്ധമുള്ള എർദോഗാൻ വ്ളാഡിമിർ പുടിനോട് കേണപേക്ഷിച്ചു, അത് ചെയ്യരുത്, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, അവരെ പരിധി വിട്ട് പോകാതിരിക്കാൻ ഞങ്ങൾ സഹായിച്ചു കൊള്ളാം എന്ന ഉറപ്പിൽ പേരിലാണ് റഷ്യ ഈ താവളങ്ങൾ, അൽ ജുലാനിയുടെ താവളങ്ങൾ അന്ന് തകർത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയേ ഇല്ലായിരുന്നു. അപ്പോൾ വളരെ തന്ത്രപൂർവ്വമാണ് എർദോഗാനും തുർക്കിയും നീങ്ങുന്നത്. തുർക്കിക്ക് ആ പ്രദേശത്ത് ഇറാൻ പിൻവലിയുന്ന ഒരു അന്തരീക്ഷത്തിൽ ആ പ്രദേശത്തെ ഇറാൻ്റെ വ്യാപ്തിയും സ്വാധീനവും കുറയുന്ന ഇടത്തേക്ക് ഒരു സുന്നി ഇസ്ലാമിക രാജ്യം ആയ ടർക്കി കടന്നു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഇനിയുള്ള നാളുകളിൽ ടർക്കി കൂടുതലായി ആ പ്രദേശത്തിൻ്റെ കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ശക്തമായ ആൻറ്റി ഇസ്രായേലി സെൻറ്റിമെൻറ്റ് അല്ലെങ്കിൽ ആൻറ്റി ഇസ്രായേലി പ്രസ്താവനകൾ നടത്തുമ്പോഴും പ്രവർത്തനത്തിൽ ഇസ്രായേലിന് കൂടി സ്വീകാര്യമാകുന്ന രീതിയിലാണ്, വളരെ കെയർഫുള്ളായിട്ടാണ് എർദോഗാൻ നീങ്ങുന്നത് എന്നുകൂടി നമ്മൾ കാണണം. അതുകൊണ്ട് ടർക്കിഷ് ഇൻഫ്ലുവൻസ് സിറിയയിൽ തുടർന്നും പുതിയ ഭരണകൂടത്തിലൂടെ നിലനിൽക്കാനാണ് സാധ്യത. അത് അമേരിക്കയ്ക്കും ഒരു പരിധിവരെ സ്വീകാര്യമാണ്. കാരണം ടർക്കിയെ പൂർണ്ണമായി അമേരിക്ക വിശ്വസിക്കുന്നതുമില്ല. തങ്ങളുടെ സഖ്യകക്ഷിയാണെങ്കിലും റഷ്യയുമായും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അതുമാത്രമല്ല ഇറാനുമായും ശത്രുതയൊന്നുമില്ല, അവർ ബന്ധം പുലർത്തുന്നുണ്ട്. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സന്ദർശനങ്ങളുണ്ട്. അതുകൊണ്ട് കണ്ണുകളെല്ലാം ടർക്കിയുടെ അടുത്ത നീക്കത്തിലേക്ക് നോക്കുകയാണ്. അതുകൊണ്ട് സിറിയയിലെ ഇപ്പോഴത്തെ ഒരു വിഷയം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കൈകാര്യം ചെയ്തത് എങ്ങനെ എന്നതായിരുന്നു ഈ വീഡിയോയുടെ ഇതിവൃത്തം. ഈ ഇതിവൃത്തത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്: ഭാവിയിൽ അമേരിക്കയ്ക്കെതിരെയോ ഇസ്രായേലിനെതിരെയോ മറ്റ് രാജ്യങ്ങൾക്കെതിരെയോ ISൻ്റെ രൂപത്തിൽ ഒരു പുനർജനനം, ഭീകരതയുടെ ഒരു പുനർജനനം ഉണ്ടാകുന്നത് തടയാനുള്ള എല്ലാ പ്രിക്കോഷൻസും ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ അമേരിക്കയും ഇസ്രായേലും എടുത്തു കഴിഞ്ഞു എന്നതാണ് വാസ്തവം.